ഹലോ ഗൈസ്, നമ്മൾ ബൈക്കേഴ്സ് വേൾഡ് എന്ന് പറഞ്ഞ പുതിയ യൂട്യൂബ് ചാനൽ ലോഞ്ച് ചെയ്തു. നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. 5 രൂപയ്ക്ക് 5 മിനിറ്റ് കൊണ്ട് എങ്ങനെ ഒരു 4 ഇൻഡിക്കേറ്റർ അത് സാറ്റലൈറ്റ് ഫിറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഞെക്കാനും മറക്കണ്ട. അപ്പോൾ നേരിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ 4 ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യാനായിട്ട് ആകെ ആവശ്യമുള്ളതെന്ന് പറയുന്നത് ഈ 5 രൂപയുടെ ഈ സ്വിച്ചും പിന്നെ ഒരു ചെറിയ കഷ്ണം വയറും ആണ് ആവശ്യമുള്ളത്. പിന്നെ കത്രിയും ഹെഡിൻ്റെ ഹെഡ് അയക്കാൻ വേണ്ടിയിട്ട് ഒരു എല്ലെങ്കിൽ ആവശ്യമുണ്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ ഈ വയറിലേക്ക് സോൾഡർ ചെയ്തെടുക്കാം. ഞാൻ കാണിച്ചു തരാം. സോൾഡർ ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഇതിങ്ങനെ പിരിച്ചു വയ്ക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് ഷോർട്ടാവാത്ത രീതിയിൽ. ഇത് സോൾഡർ ചെയ്യണം തന്നെ ഇല്ല, കറക്റ്റായിട്ട് പിരിച്ചു വെച്ചാലും മതിയാവും. നമ്മൾ സോൾഡർ ചെയ്യാൻ വീട്ടിൽ ഉള്ളവർക്ക് മാത്രം ചെയ്താൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ഷോർട്ട് ആവാണ്ട് ശ്രദ്ധിക്കണം. അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേലെ കൂടെ ഇൻസുലേഷൻ ടേപ്പ് നല്ല കട്ടിയിൽ ഷോർട്ടാവാത്ത രീതിയിൽ തന്നെ സെറ്റ് ചെയ്യാം. സാറ്റലൈറ്റ് സെറ്റ് ചെയ്യണത് 2013 NS200-ലാണ്. ഈ വണ്ടിയിൽ എങ്ങനെ സെറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. അതിന് തന്നെ നമുക്ക് ഈ ഹെഡ്ലൈറ്റിൻ്റെ 4 സ്ക്രൂ തന്നെ ഉണ്ട്. ഇത് എല്ലെങ്കിയാണ് തന്നെ. എല്ലെങ്കിൽ ഉപയോഗിച്ച് ഇപ്പുറത്തെ 2 സൈഡിലും അതുപോലെ തന്നെ ഇപ്പുറത്തെ 2 സൈഡിൽ നമുക്ക് ഇത് രണ്ടും ഊരിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ഹെഡ് അഴിച്ചെടുക്കാൻ പറ്റും. സ്ക്രൂ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പയ്യെ വലിച്ചു കഴിഞ്ഞാൽ ഹെഡ് ഊരാൻ പറ്റും. ഇതിൽ നിന്ന് ഇൻഡിക്കേറ്ററിൻ്റെ വയറ് കൃത്യമായിട്ട് മനസ്സിലാകാനായിട്ട് ഇൻഡിക്കേറ്ററിൽ നിന്ന് വരുന്ന വയറൊന്ന് നോക്കിയാൽ മതി. ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന വയറും റൈറ്റ് സൈഡിലെ വയറും എടുക്കാം. എന്നിട്ട് ക്ലിപ്പൊന്ന് പയ്യെ പിടിക്കാം രണ്ടിൻ്റെയും. ഇതിൽ നിന്ന് ഇൻഡിക്കേറ്ററിൻ്റെ പോസിറ്റീവും നെഗറ്റീവും മനസ്സിലാക്കുക. ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് നെഗറ്റീവും ഇത് പോസിറ്റീവാണ്. രണ്ടിൻ്റെ അങ്ങനെ തന്നെ. ഇതിനകത്ത് ഗ്രീൻ എന്ന് പറയുന്നത് പോസിറ്റീവും ബ്ലാക്ക് നെഗറ്റീവാണ്. നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത ആ സ്വിച്ചും ആ വയറും ഇൻഡിക്കേറ്ററിൻ്റെ പോസിറ്റീവും ലെഫ്റ്റ് സൈഡിലെ ഇൻഡിക്കേറ്ററിൻ്റെയും റൈറ്റ് സൈഡിലെ ഇൻഡിക്കേറ്ററിൻ്റെയും 2 പോസിറ്റീവിലും നമുക്ക് പയ്യെ ഇറക്കി വയ്ക്കും. പോസിറ്റീവിൽ ഒരു വയർ ഇറക്കി വെച്ചിട്ട് കണക്ഷൻ കൊടുക്കാം. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്ററിൻ്റെ പോസിറ്റീവിൽ, അതായത് ഇവിടെ ഗ്രീനാണ്, അതിലിറക്കി വെച്ചിട്ട്
ഇതിൽ ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് പഴയ പോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ അത് ഇതിനകത്ത് കുത്താം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പണി ഏകദേശം നമ്മൾ കഴിഞ്ഞു. പിന്നെ നമുക്ക് ജസ്റ്റ് ഇത് വർക്കിംഗ് ആണോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇത് ഹെഡ് സെറ്റ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് ഓൺ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടാം. അത് കഴിഞ്ഞിട്ട് സ്വിച്ച് ഓൺ ചെയ്യാം. നമ്മൾ ഇട്ടേക്കണത് റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടാണ്. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഡബിൾ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. വീണ്ടും സ്വിച്ച് ഓഫ് ചെയ്യുക, ഓൺ ചെയ്യുമ്പോൾ രണ്ടെണ്ണം വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പുറ സൈഡിലേക്ക് ഇട്ട് നോക്കാം, ലെഫ്റ്റ് സൈഡിലേക്ക് ഇട്ട് നോക്കാം. ലെഫ്റ്റ് സൈഡിലേക്ക് ഇട്ടു. സ്വിച്ച് ഓണാണ്, സാറ്റലൈറ്റിൻ്റെ സ്വിച്ച് ഓണാണ്. നമുക്കൊന്ന് ഓഫ് ചെയ്ത് നോക്കാം. ഓഫ് ചെയ്തപ്പോൾ ലെഫ്റ്റ് സൈഡിലും ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യണം. നമുക്കൊന്ന് ഹെഡ് സെറ്റ് ചെയ്യാം. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും മാറാണ്ട് നോക്കാം. ബ്ലാക്ക് എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കുള്ളൂ. ഈ ചാര കളറ് പോസിറ്റീവാണ്. ഇപ്പുറത്തെ സൈഡിൽ ഗ്രീൻ പോസിറ്റീവും ബ്ലാക്ക് നെഗറ്റീവാണ്. ഇത് മാറിക്കഴിഞ്ഞാൽ കത്തില്ല. പിന്നെ വേറെ ജസ്റ്റ് ഐഡിയ ഉള്ളവർക്ക് എല്ലാവർക്കും ചെയ്യാവുന്നുള്ളൂ. ഇതിന് നമുക്കൊന്ന് ഫിറ്റ് ചെയ്യാം. നമ്മൾ സെറ്റ് ചെയ്ത വയറ് ഹാൻഡിലേക്ക് പിടിപ്പിക്കാനായിട്ട് ഇത് കൂടെ എടുത്ത് ഉള്ളിലേക്ക് ഇട്ട് വയ്ക്കാം കറക്റ്റായിട്ട് രീതിയിൽ. നമ്മൾ ഹെഡ് ഊരിയെടുത്ത പോലെ തന്നെ കൃത്യമായിട്ട് വെച്ചിട്ട് പയ്യെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹെഡ് കറക്റ്റ് ആ സ്പോട്ടിലേക്ക് വന്നിരുന്നോളും. അത് കഴിഞ്ഞിട്ട് ഈ അല്ലെങ്കിൽ സ്ക്രൂ 4 ഊരിയത് അതും കൂടിയും ഇടാം. അതാണ് നമ്മുടെ പണി ഏകദേശം കഴിയും. പിന്നെ നമുക്ക് ഊരിയ 4 അല്ലെങ്കിൽ കറക്റ്റായിട്ട് കറക്റ്റ് സ്പോട്ടിൽ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. വണ്ടിയിൽ ഹെഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വർക്ക് ചെയ്യേണ്ടത് കറക്റ്റായിട്ട് നോക്കി നോക്കാം. ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടാം. എന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള സ്വിച്ചിൽ നമ്മൾ സെറ്റ് ചെയ്തെടുത്ത സ്വിച്ചും വയറും നമുക്കിനി പിടിപ്പിക്കണം ഹാൻഡിലിൽ എവിടെയെങ്കിലും. അത് അവിടെ നിന്ന് എടുത്തിട്ട് അതിൽ നമുക്കൊരു എവിടെ വെക്കേണ്ടതെന്ന് കറക്റ്റ് സ്പോട്ട് നമുക്ക് അത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെയാണ് വെക്കാൻ പോണത്. ഇങ്ങനെ സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പോണം. ഞാനിപ്പോൾ ഈ സ്വിച്ച് ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് സൂപ്പർ ഗ്ലൂ എടുത്ത് ഒട്ടിച്ച് വയ്ക്കും. എന്നിട്ട് ആ വയർ കാണാത്ത രീതിയിൽ അതൊന്ന് ടൈറ്റ് വയ്ക്കും. ഇത് ഇവിടെ ഒട്ടിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ ഗ്ലൂ എടുക്കാം. അതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നിർബന്ധമായിട്ട് എന്തായാലും ഇവിടെ ഇൻസുലേഷൻ ടേപ്പ് യൂസ് ചെയ്തിരിക്കണം. ഇൻസുലേഷൻ ടേപ്പ് ഇല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും ഇൻസുലേറ്റ് ചെയ്ത് എന്തെങ്കിലും യൂസ് ചെയ്തിരിക്കണം. അതിൻ്റെ പയ്യെ നമുക്ക് സൈഡിൽ പശ തേച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്നത് കറക്റ്റ് സ്ഥലത്ത് വെച്ച് തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒട്ടിച്ചു കൊടുക്കാം. സെക്കൻഡ് വെയിറ്റ് ചെയ്ത് അത് ഒട്ടിക്കും. നമ്മുടെ പണിയെല്ലാം ഏകദേശം തീർന്നു കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ വീഡിയോ 5 രൂപയ്ക്ക് എങ്ങനെ സാറ്റലൈറ്റ് ഫിറ്റ് ചെയ്യാമെന്നുള്ളത്. നമ്മുടെ ഈ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.
വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. 5 രൂപയ്ക്ക് എങ്ങനെയാണ് ആ സൺലൈറ്റ് ഫിറ്റ് ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും ഓൾറെഡി ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ ഈ വണ്ടിയിൽ മാത്രമല്ല എല്ലാ വണ്ടിയിലും നമുക്ക് തന്നെ സെറ്റ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലാണ്. ബൈ.